പണ്ട് കച്ചവട ആവശ്യങ്ങൾക്കുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് തോണിയിലായിരുന്നു. അത്തരം തോണികൾക്ക് പറഞ്ഞിരുന്ന പേരാണ് ഓടം. ആ ഓടങ്ങൾ കൂട്ടിയിട്ടുന്ന സ്ഥലമാണിത്. പിന്നീട് ഇവിടെ ഒരു പള്ളി പണിതു. അങ്ങനെയാണ് ഓടത്തിൽ പള്ളി എന്ന്, ഓടത്തിൽ മസ്ജിദ് എന്ന പേര് കിട്ടിയത്. ഒരു മൂസാക്കയാണ് ഈ ജുമാ മസ്ജിദ് പണിയുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം വ്യാപാരിയായിരുന്നു. ഈ മസ്ജിദ് പണിയുന്നതിന് മുമ്പ് ഈ സ്ഥലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായിരുന്നു. നേരത്തെ പറഞ്ഞ മൂസാക്ക മസ്ജിദ് പണിയുന്ന ആവശ്യമായി ഈ കമ്പനിയെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു മുസ്ലിം ഭരണാധികാരിയുടെ അനുമതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മസ്ജിദ് പണിയാനുള്ള അനുമതി നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ പറഞ്ഞ ഈ മൂസാക്ക മൈസൂരിലെ സുൽത്താൻ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് കാര്യം പറയുകയും അദ്ദേഹം അതിനുള്ള സമ്മതം നൽകുകയും ചെയ്തു. തുടർന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ മസ്ജിദ് പണിയാനുള്ള അനുമതി അദ്ദേഹത്തിന് നൽകിയത്. അങ്ങനെ രൂപം കൊണ്ട ഒരു മസ്ജിദാണിത്. ചേർന്നുള്ള കുളമാണിത്. തലശ്ശേരിയിലെ ഓടത്തിൽ പള്ളി.